നോക്കി എന്തുവാണ് പട്ടയാപ്പ് എല്ലാരും കയറി വരുമുണ്ടോ? നമുക്ക് AC കോച്ചിന്റെ അവസ്ഥ കേട്ടോ. സെക്കൻഡ് AC നമുക്ക് എല്ലാ ഡോറിനവിടെ കയറി. ഇത് പറയാനും ചോദിക്കാനും ഇവിടെ ആരും ഇല്ല. ചോദിച്ചാൽ അവനിട്ട് കിട്ടും. അതുകൊണ്ട് ഇവരെ തീറ്റി പോലും മിണ്ടത്തില്ല. എന്താല്ലേ ഈ ഒരു വൃത്തികെട്ട ഈ സംസ്ഥാനവും സോണും ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേനെടുത്ത് കളയണം. ഇത് നോക്കൊരു രക്ഷയില്ല, ഒന്നും കാണുന്നില്ല. കണ്ടോ, നമ്മൾ സ്റ്റേഷനെത്തി, പ്ലാറ്റ്ഫോം പോലും വലിയ കാണുന്നില്ല. അയ്യോ എന്തുവാ അപ്പോൾ ലോക്കപ്പേടിൻ്റെ അവസ്ഥ ഇത് അയച്ചേക്കുക. നോക്ക്, ബ്രഹ്മപുത്ര മെയിൽ കണ്ട് ബ്രഹ്മപുത്ര നദി കിടക്കുമോ നോക്കിയേ, എന്തോ വലിപ്പമൊന്നുണ്ടോ, അടിപൊളിയല്ലേ. ഇതാണ് നമ്മൾ അടുത്ത ദിവസം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ ഐറ്റം വന്ദേ സ്ലീപ്പർ കേട്ടോ. ബ്രഹ്മപുത്ര മെയിലിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ബീഹാറിലാണുള്ളത്. ബീഹാറിലെ അറാൻ എന്ന സ്ഥലത്താണ് ഇപ്പോൾ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റോപ്പ് പട്ന ജംഗ്ഷനാണ്. അവിടെ നിന്ന് നമ്മൾ ഇന്ന് വൈകിട്ട് വരെ ബീഹാറിലായിരിക്കും. പിന്നെ രാത്രി നമ്മൾ ബംഗാളിൽ കയറും. നാളെ ഉച്ചയ്ക്ക് കാമാക്കി എത്തും. അപ്പോൾ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വണ്ടി ഇപ്പം ഓൺ ടൈമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഡിലേ ഒന്നുമില്ല. രാത്രിയിലൊക്കെ നല്ല തണുപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ പകലായപ്പോൾ നല്ല കിടിലൻ ചൂടാണ് കേട്ടോ. നല്ല ചൂടാണ്. 24 ഡിഗ്രി ഉള്ളൂ, പക്ഷേ നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഏറ്റവും ദാരിദ്ര്യം പിടിച്ച ഒരു റെയിൽവേ സോണാണ് ഈസ്റ്റ് സെൻട്രൽ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടുത്തെ സ്റ്റേഷനാണേലും ആൾക്കാരാണേലും എല്ലാം കണക്കാണ്. ഞാൻ കുറേ തവണ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അറ ജംഗ്ഷൻ. ഇവിടെ ഏതോ മെമോ ഒക്കെ വിടാൻ കിടപ്പുണ്ട്. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് പട്ന ജംഗ്ഷൻ ആണ് കേട്ടോ. നമ്മൾ 2:15 ആകുമ്പോൾ പട്ന എത്തും. നിങ്ങൾ ഈ ദാനാപൂർ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് ഈ പാട്നയ്ക്ക് തൊട്ട് മുമ്പുള്ളൊരു സ്റ്റേഷനാണ്. അവിടെ നിന്നാണ് മറ്റേ സംഘമിത്ര എക്സ്പ്രസ് ഒക്കെ പുറപ്പെടുന്നത്. കുറേ വണ്ടികളുണ്ട്, അതിപ്പോൾ കാണാൻ പറ്റും, കാണിച്ചു തരാം. ദാനാപൂർ സ്റ്റേഷൻ കേട്ടോ. നമ്മളിപ്പോൾ സ്കിപ്പ് ചെയ്താണ് ദാനാപൂർ സ്റ്റേഷൻ. ദാനാപൂർന്ന് ബാംഗ്ലൂർ പോകുന്ന സംഘമിത്ര, പിന്നെ സെക്കന്ദ്രാബാദ്, അങ്ങനെ കുറേ സ്ഥലത്തേക്ക് ഇവിടുന്ന് വണ്ടികൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പട്നയുടെ ഒരു സാറ്റലൈറ്റ് സ്റ്റേഷനാണ് ഈ ദാനാപൂർ എന്ന് പറയുന്നത്. പട്ന ജംഗ്ഷനൊക്കെ വരുന്നത് ദാനാപൂർ ഡിവിഷനിലാണ്. ഈ ഭാഗമൊക്കെ ദാനാപൂർ ഡിവിഷനാണ്. വണ്ടി നേരത്തെ ആണ് കേട്ടോ. 2:18 പട്നയിൽ കയറിയാൽ മതി. ഇപ്പോൾ 2:10 ആയപ്പോൾ തന്നെ ഔട്ടറിൽ വന്നു നമ്മൾ. പട്നയിൽ നിന്ന് കണ്ട് ഇപ്പോൾ പുറപ്പെട്ട പട്ന വാസ്കോഡഗാമ സൂപ്പർ ഫാസ്റ്റ് ആണ് ഈ പോകുന്നത്. നമ്മുടെ കൊങ്കൺ വഴി പോകുന്ന വണ്ടിയാണിത് കേട്ടോ, പട്ന വാസ്കോ സൂപ്പർ ഫാസ്റ്റ്. പട്നയിൽ കിടക്കുന്ന നമോ ഭാരത് ട്രെയിൻ കണ്ടോ നോക്കിയേ, നമോ ഭാരത് റാപ്പിഡ് ട്രെയിൻ. ആ സാധനമാണ് നമ്മളന്ന് വീഡിയോ ചെയ്തതിൻ്റെ. അങ്ങനെ നമ്മൾ പട്ന ജംഗ്ഷനിലെത്തി. എന്തുവാണ് ഇത് റെയിൽവേ സ്റ്റേഷൻ തന്നെയാണോ? നോക്ക്, ഇതേ ബ്രഹ്മപുത്ര മെയിൽ കിടക്കുന്നത് കണ്ട്. കാമാക്കിയിൽ നിന്ന് ഡൽഹി പോകുന്ന ബ്രഹ്മപുത്ര മെയിൽ. അങ്ങനെ 2 ബ്രഹ്മപുത്ര മെയിലും കൂടെ കണ്ട് ഇവിടെ പട്ന ജംഗ്ഷനിൽ വെച്ച് കണ്ടുമുട്ടി. കൊള്ളാം കേട്ടോ, നൈസ്. നമ്മുടെ വണ്ടി ഓൺ ടൈമിനാണ് വന്നത്. പക്ഷേ ഇത് ഏത് കാലത്ത് എടുക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. വണ്ടി ഇവിടെ ഇഷ്ടംപോലെ ചവറ കണക്കിന് വണ്ടി അവിടെ ഇവിടെ എല്ലാം.
ക്രൂ ചീറ്റൊക്കെ കാണാം. ചിലപ്പോൾ എടുക്കുമായിരിക്കും. നിറച്ച് ആൾക്കാർ കയറുക വീണ്ടും വീണ്ടും കേട്ടോ. അപ്പോൾ അതിൽ നേരം പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പം തന്നെ എടുത്ത് എന്തായാലും കൊള്ളാം. ഞാൻ വെച്ച് കുറേ നേരം ഇടുവെന്ന്. ഓൺ ടൈമിൽ തന്നെ എടുത്ത് 2:25 ഇപ്പം സമയം. നോക്കി എന്തുവാണ് ആപ്പ് എല്ലാവരും കയറി വരുമുണ്ടോ? നമുക്ക് AC കോച്ചിലെ അവസ്ഥ കേട്ടോ. സെക്കൻഡ് AC നമുക്ക് എല്ലാം ഡോറിൻ്റെ അവിടെ കയറി. ഞാൻ സീറ്റിൽ വന്നിരുന്നു. അല്ലേ ശരിയാവില്ല. നോക്കി എല്ലാം വട്ടന്മാരെ കയറി നിൽക്കുന്ന കണ്ടില്ലേ? നിങ്ങളിപ്പോൾ കണ്ടില്ലേ? ആ സ്റ്റേഷനിൽ ബ്രേക്ക് ടെസ്റ്റിന് വേണ്ടി വണ്ടി നിർത്തിയപ്പോൾ ചാടിക്കയറിയ ആൾക്കാർ. ഇവരൊക്കെ കുറച്ച് ദൂരെ കാണത്തുള്ളൂ. ഇതാണ് ബീഹാറിലെ അവസ്ഥ. ഇപ്പോൾ കണ്ടില്ലേ? ഇതാണ് ആ AC എങ്കിലും എടുത്തത്. അകത്ത് കയറി വരത്തില്ല എന്തായാലും. അകത്ത് കയറി അത്രയ്ക്ക് എക്സ്ട്രീം കണ്ടീഷനിൽ അകത്ത് കയറി വരത്തുള്ളൂ. കോച്ചിൻ്റെ ഡോറ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ ആൾക്കാരാണ് നിൽക്കുന്നത്. അതുപോലെ ആൾക്കാർ ഞാൻ നേരത്തെ കാണിച്ചില്ല. അതുപോലെ തന്നെ ഇവിടം വരെ ആൾക്കാർ കണ്ട് ഇപ്പം കണ്ടോ. ഇതെല്ലാം ഈ ജനറൽ ടിക്കറ്റ് എടുത്ത് കയറുന്നവന്മാരാണ്ടോ. എന്തോ പറയാനും ഇത് പറയാനും ചോദിക്കാനും ഇവിടെ ആരുമില്ല. ചോദിച്ചാൽ അവനിട്ട് കിട്ടും. അതുകൊണ്ട് ഇവരെ തീറ്റി പോലും മിണ്ടത്തില്ല. എന്താല്ലേ ഈ ഒരു വൃത്തികെട്ട ഈ സംസ്ഥാനവും സോണും ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേനെടുത്ത് കളയണം. ഒരു കൾച്ചറും ഇല്ലാതെ എല്ലാ കോച്ചിലും സ്വന്തം തറവാട് സ്വത്താന്ന് പറഞ്ഞ് കയറുന്ന കുറേ എണ്ണങ്ങളുണ്ട്. ഭയങ്കര നമുക്ക് ഫ്രസ്ട്രേഷൻ വരും. ഞാൻ അവതാസമിന് പോയപ്പോൾ എനിക്ക് ഭ്രാന്തി പിടിച്ച് ചുമ്മാ കോച്ചിനകത്തോടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരം നടക്കുക. അറിയോ? പാൻപരാഗ് വിറ്റുകൊണ്ട് പിന്നെ മറ്റേ ഗുഡ്ക സംഭവങ്ങളെല്ലാം സെല്ല് ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അറിയോ? സിഗരറ്റ് വലിക്കുക, ഡോറിനോട് സിഗരറ്റ് വലിക്കുക. നമുക്ക് നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഇതിലേ വരുന്നത്. വേറെ ഒന്നും വിചാരിക്കരുത്. നിവർത്തിയില്ല, വേറെ വഴിയില്ല ഗോവട്ടി പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ വണ്ടി ഇപ്പം മൊക്കാമ എന്ന സ്ഥലം എത്താറായിട്ടുണ്ട്. ഇത് പിടിച്ചിട്ടേക്കും. അല്ലെങ്കിൽ ഇപ്പം ചെയിൻ വലിച്ചാണ്. കുറച്ച് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് ഇതുപോലെ ചെയിൻ വലിച്ചു. എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. കാണിച്ചു തരാൻ അവസ്ഥ ഇത് കണ്ടോ. ഇവിടെ വരെ ആൾക്കാർ വന്ന് നിൽക്കുകയാണ്. പിന്നെ ഇപ്പുറത്തും കാണിച്ചു തരാം. ഇപ്പുറത്ത് ഇതുപോലെ താഴെ വന്നിരിപ്പാണ് കേട്ടോ. താഴെ വന്നിരിപ്പ്, ഡോറിൻ്റെ വന്നിരിപ്പ്, ഇവിടെ ബെർത്തിൻ്റെ മുകളിൽ വന്നിരിപ്പ്, എല്ലാം അത് തന്നെ. ഓക്കെ കണ്ടോ, ഫുൾ അത് തന്നെ. ചെയിൻ വലിക്കുന്ന പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഇവിടെയൊക്കെ ഇറങ്ങാനുള്ളവന്മാരൊക്കെ ആയിരിക്കും ഈ ചെയിൻ വലിക്കുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. രണ്ടും അവിടെ ഇപ്പോൾ ചെയിൻ വലിച്ചാൽ വണ്ടി നിർത്തണമല്ലോ. വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ഭാഗ്യത്തിനാണ് സെക്കൻഡ് AC എടുത്തറിയോ. തേർഡ് AC അല്ലെങ്കിൽ സ്ലീപ്പർ എടുത്തായിരുന്നു അട്ടപടലം ഞാൻ പെട്ടുപോയായിരുന്നു. ഇത് സെക്കൻഡ് AC എടുത്തുകൊണ്ട് പിന്നെയെങ്കിലും ഭേദമുണ്ട്. കയ്യിലുള്ളതൊക്കെ എല്ലാം അടിച്ചുകൊണ്ട് പോയി. ഇത് തന്നെയാണ് അവസ്ഥ കണ്ടോ. നമുക്കിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഈ AC ഡോർ ഒന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അതുപോലെ അവിടെ ആൾക്കാർ നിൽക്കുകയാണ്. എനിക്ക് അവരെ കാണിക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഇവർ മൊബൈലും കൊണ്ട് വന്നാൽ ഇവരെങ്ങനെ നമ്മുടെ അടുത്ത് പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കാണിക്കാൻ എനിക്ക് കുറച്ച് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതേപോലെ AC ആൾക്കാർ കയറി വരണമെന്നും പറഞ്ഞുകൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കംപ്ലയിൻറ്റ് ചെയ്താൽ നമ്മൾ ലാസ്റ്റ് കുടുങ്ങിപ്പോവും. ഇതിനകത്ത് തീറ്റിന് വന്ന ആളേ ഇല്ല. ഇതിനകത്തറിയോ TTമാരില്ല. ഞാൻ പറഞ്ഞില്ല, ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സ്റ്റാഫ്സ് ഭയങ്കര മോശമാണ്. ഭയങ്കര മോശം ആറ്റിറ്റ്യൂഡും സർവീസുമാണ്. നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ തട്ടിക്കയറാനൊക്കെ വരും. അങ്ങനത്തെ ആറ്റിറ്റ്യൂഡാണ് ഇവിടുത്തെ ആൾക്കാർക്ക്. അതുകൊണ്ട് ഇവരുടെ അടുത്ത് നമ്മൾ ഇന്ന ആൾക്കാർ കയറിയിരിക്കുകയാണ്, ജനറൽ ആൾക്കാർ കയറിയിരിക്കുകയെന്ന് കംപ്ലയിൻ്റ് ഇട്ട് കാര്യമില്ല. അവരൊന്നും ചെയ്യത്തില്ല. ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാ വണ്ടിയിലും ഇത് തന്നെയാണ് അവസ്ഥ. ഞാൻ അന്നേ പറഞ്ഞു, അന്ന് വ്യത്യസ്തം വന്നപ്പോഴേ പറഞ്ഞു, ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ആൾക്കാരാണേലും പിന്നെ ഇതേപോലെ ഈ റെയിൽവേ സ്റ്റേഷനാണെങ്കിലും എല്ലാം എനിക്കറിയില്ല. ഈ സോൺ മാത്രം എന്താ ഇങ്ങനെ അതപ്പതിച്ച് പോയെന്ന്. നമ്മളിപ്പോൾ ബീഹാറിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. കിയോൾ ജംഗ്ഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ ഈ വഴിക്ക് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ബഗൽപൂർ വഴി നമ്മൾ മാൽഡ ടൗൺ ഭാഗത്തേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് നേരെ പോയാൽ ജെസ്സിഡി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ജെസ്സിഡി വഴി നമുക്ക് അസൻസോൾ ചാടാൻ പറ്റും. ഇവിടെ നിന്ന് റൈറ്റ് പോയാൽ ഗയയിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ 4 റൂട്ടാണ്. പിന്നെ നമ്മൾ വന്ന റൂട്ട്, അങ്ങനെ മൊത്തത്തിൽ 4 റൂട്ടാണ് ഉള്ളത്. പുറത്തിറങ്ങാൻ ഒരു രക്ഷയില്ല. ആൾക്കാർ വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴും അവിടെ പുറത്ത് തിരക്ക് തന്നെയാണ് കേട്ടോ. അവിടെ ആൾക്കാർ ഇപ്പോഴും നിൽപ്പുണ്ട് അവിടെ. എന്തോ ഒരവസ്ഥയാണെന്തോ, പുറത്തിറങ്ങാൻ പറ്റില്ല. അതുപോലെ താഴെയൊക്കെ ആൾക്കാർ ഇരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാകും. ബീഹാറിൽ കൂടെ 1-2 തവണ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. ഇത് മിക്കവാറും ബഗൽപൂർ വരെയൊക്കെ ഉണ്ടാവും. ബഗൽപൂരാണ് ബീഹാറൊക്കെ എൻഡ് ചെയ്യുന്നത്. ബീഹാറിലെ തിരക്ക് കാണത്തുള്ളൂ, പിന്നെ അങ്ങോട്ട് കാണത്തില്ല. ഞാൻ അവരുടെ ഇടയിൽ കൂടെ ഒന്ന് പുറത്ത് ചാടി ചുമ്മാ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ആൾക്കാരൊക്കെ പുറത്തിറങ്ങി നിൽപ്പുണ്ട്. ഇവരെല്ലാം പിന്നെ അകത്ത് കയറി. ഇവരൊക്കെ എങ്ങോട്ടാണോ എന്തോ ഒരു പിടിയില്ല കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ ഉള്ളൊരു സ്റ്റേഷനാണ് ഇത്. കിയൂൾ എന്ന് പറയുന്നതേ ഇവിടെ ഒരു ട്രാൻസിറ്റ് പോയിൻ്റ് അല്ലേ. 4 ഭാഗത്തേക്ക് ലൈൻ തിരിയുന്നൊരു സ്ഥലമായതുകൊണ്ടേ
അത്യാവശ്യം ആളുണ്ട് ഇവിടെ നിന്ന്. നമ്മൾ ആ ക്യൂവിലുള്ള സ്ഥലം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സോൺ മാറി. അങ്ങനെ ഫൈനലി നമ്മൾ ഈസ്റ്റ് സെൻട്രലിൽ നിന്നും ഈസ്റ്റേൺ റെയിൽവേയിൽ കയറി. ഇപ്പോൾ ഈസ്റ്റേൺ റെയിൽവേയുടെ മാൽദ ഡിവിഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കേട്ടോ. നേരത്തെ ഇരുട്ടി, ഇവിടെ 5:30 ആയപ്പോൾ തന്നെ ഇരുട്ടി. പക്ഷേ ഡൽഹി ഭാഗത്തൊന്നും അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ ഇവിടെ 5:30 ആയപ്പോൾ തന്നെ നേരെ ഇരുട്ടി. സമയം ഇപ്പോൾ 6 മണിയായി കേട്ടോ. നമ്മളിവിടെ ജമാൽപൂർ ജംഗ്ഷൻ എന്നൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇത് ബീഹാറിലാണ്, പക്ഷേ ഇത് സോൺ വേറാണ്. ഈസ്റ്റേൺ റെയിൽവേ ആണ് ഇത് കേട്ടോ, സോണ്. പട്നയിൽ കയറിയ കുറേ പേരൊക്കെ ഇവിടെ ഇറങ്ങി. എന്നാലും ഇവിടെ നിൽപ്പുന്ന ഡോറിനവിടെ, ഈ ഡോറിനവിടെ ഇതുപോലെ ആൾക്കാരാണ്. ജനറലൊക്കെ എന്താ ആൾക്കാരല്ലേ, ജനറലൊക്കെ കുറേ ആൾക്കാർ വീണ്ടും ഇറങ്ങുന്നുണ്ട്. ഈ ജമാൽപൂരിൽ ഇവിടെ ഒരു ഡീസൽ ലോക്കോ ഷെഡ് ഉണ്ട്, പിന്നെ ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഉണ്ട്. അവരുടെ കയ്യിൽ WAG7 ഗുഡ്സ് ലോക്കോസ് ഒക്കെ ഉണ്ട്. ഡീസൽ ലോക്കോ ഷെഡിലെ പണ്ടത്തെ ആൽക്കോസൊക്കെ പണ്ട് കേരളത്തിൽ വന്നുകൊണ്ടിരുന്നതാണ്. മറ്റേ കൊങ്കൺ റൂട്ടൊക്കെ ഡീസലായിരുന്നപ്പോൾ അവിടെ നിന്നൊക്കെ കയറി കേരളത്തിൽ വന്നിട്ടുണ്ട് ജമാൽപൂരിൻ്റെ ആൽക്കോസൊക്കെ. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ചണ്ടങ്ങിന് മാത്രമേ ഉള്ളൂ. പുറത്തിറങ്ങാൻ നിവർത്തിയില്ല. ഞാൻ നേരത്തെ ഇറങ്ങി തന്നെ കഷ്ടിച്ചാണ് ഇറങ്ങിയത്. ആൾക്കാർ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ബാഗൽപൂരൊക്കെ ആകുമ്പോൾ ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നു ഗൈസ്. അങ്ങനെ ഫൈനലി എല്ലാവരും ഇറക്കി. നമ്മളിപ്പോൾ ബാഗൽപൂർ എന്നൊരു സ്ഥലം എത്തിയിരിക്കുകയാണ്. അറിയില്ല, ഇറങ്ങട്ടെ. ബാഗൽപൂർ കേട്ടോ, നമ്മുടെ ബീഹാർ ജാർഖണ്ഡ് അതിർത്തിയിലാണ് ഏകദേശം ഈ സ്ഥലം വരുന്നത്. ഇതാണ് ബാഗൽപൂർ ജംഗ്ഷൻ കേട്ടോ. ഞാൻ ആദ്യമാണ് ഇവിടെ വരുന്നത്. അമ്മേ, ഇപ്പോഴാണെന്ത് ശ്വാസം വീണത്, വണ്ടിക്കാണ് ശ്വാസം വീണത്. എല്ലാവരും ഇറങ്ങിപ്പോയി കേട്ടോ. ഈ ബീഹാറിൽ കയറുമ്പോൾ പ്രത്യേകത വെച്ചാൽ ഈ ബീഹാറിനകത്ത് മാത്രമേ തിരക്ക് കാണത്തുള്ളൂ. ഇവർ അങ്ങനെ ഈ ഇടിച്ചു കുത്തിയ ആൾ ഈ ബീഹാർ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കാണത്തില്ല, പിന്നെ പീസ്ഫുള്ളായിരിക്കും. ഈ ബഗൽപൂര് നമ്മൾ ഇപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ജാർഖണ്ഡ് കയറും. അതിന് മുമ്പുള്ളൊരു മെയിൻ ഒരു സിറ്റിയാണ്. ഇവിടുന്ന് ബരാഘട്ട് എന്ന സ്ഥലത്തേക്ക് ലൈൻ തിരിയുന്നുണ്ട്. ഇനി തന്നെ തിരക്കൊന്നുമില്ല, തിരക്ക് കുറഞ്ഞ്. ഈ ബഗൽപൂരിന്ന് SMVT ബാംഗ്ലൂർക്ക് ഒരു വണ്ടിയുണ്ട്, അങ്ക എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു വണ്ടിയാണ് അങ്ക എക്സ്പ്രസ്. അത് ഇവിടുന്ന് ബഗൽപൂർ നിന്നാണ് തുടങ്ങുന്നത്. ബഗൽപൂരിൽ നിന്ന് SMVT ബാംഗ്ലൂർ വരെ. നമ്മൾ ഈ നിൽക്കുന്നിടം എല്ലാം ഫുൾ ആളായിരുന്നു ഇത്രയും നേരം. പട്ന മുതൽ ഇവിടെ എല്ലാം ഫുൾ ആൾക്കാരായിരുന്നു കേട്ടോ. നമ്മളൊരു അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഇവിടെ ബാഗൽപൂർ എത്തുന്നത്. നമ്മുടെ തൊട്ട് മുന്നിൽ 2 വണ്ടിയുണ്ട്. ഒരെണ്ണം കൊൽക്കട്ടയ്ക്ക് പോകുന്നതും ഒരെണ്ണം ഗുവാഹട്ടിക്ക് പോകുന്ന വണ്ടിയാണ്, മുംബൈ LTT ഗുവാഹട്ടി എക്സ്പ്രസ്. 2 വണ്ടി തൊട്ട് മുന്നിലുള്ളതുകൊണ്ട് നമ്മൾ ഹോം സിഗ്നൽ കുറച്ച് നേരം പിടിച്ചിട്ടായിരുന്നു. ഗുഡ്സ് പോകുന്നുണ്ട്, എല്ലാം കൽക്കരിയാണ്. നോക്ക് എന്തോരം, അതെ കൽക്കരി മൂവ്മെൻറ്റ് ഭയങ്കര കേട്ടോ. എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് കേട്ടോ. 8:03 ആയപ്പോഴേക്കും നമ്മുടെ ബ്രഹ്മപുത്ര മെയിൽ അങ്ങനെ ബാഗൽപൂർ നിർത്തിയിരിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് അരമണിക്കൂറൊക്കെ ലേറ്റേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഈ വണ്ടി ചില ദിവസങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ലേറ്റ് ആവും. 6, 7, 8 മണിക്കൂറൊക്കെ ലേറ്റ് ആവും എന്തോ. അപ്പോൾ നമ്മളെന്തായാലും നാളെ കാമാക്കി ഓൺ ടൈം എത്തും, ഉറപ്പാണ്. നിങ്ങളിപ്പോൾ കണ്ടത് ട്രൈ കളർ ലിവറിയുള്ള ഒരു സന്തരാഗച്ചി WP7 ആണ് കണ്ടത്. ഇന്ത്യൻ പതാകയുടെ അതേ ലിവറിയിലുള്ള. നമ്മളിപ്പോഴും ബീഹാറിൽ തന്നെയാണ്. ഇവിടെ നിന്ന് ഇനി ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഇനി ജാർഖണ്ഡ് കയറുന്നത് കേട്ടോ. ജാർഖണ്ഡിൽ കൂടെ വളരെ കുറച്ച് ദൂരെ നമ്മൾ പോകത്തുള്ളൂ. പിന്നെ നമ്മൾ നേരെ വെസ്റ്റ് ബംഗാളിൽ കയറും. നമ്മുടെ ബ്രഹ്മപുത്ര മെയിലിൻ്റെ ബീഹാറിലെ അവസാനത്തെ സ്റ്റോപ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ സ്റ്റോപ്പിൻ്റെ പേര് പിർപെയിന്തി എന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ബ്രഹ്മപുത്ര മെയിലിൻ്റെ അടുത്ത സ്റ്റോപ്പ് ജാർഖണ്ഡിലെ സാഹിബ് ഗഞ്ചൻ എന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് ബീഹാറിലെ അവസാനത്തെ സ്റ്റോപ്പാണ്. ഇനി നമ്മൾ ബീഹാർ കയറത്തില്ല. ഇനിയിപ്പോൾ ജാർഖണ്ഡ് വഴി നമ്മൾ നേരെ വെസ്റ്റ് ബംഗാളിൽ കയറും. സമാധാനമായി. ഇനി ഈ ഭാഗത്തോട്ട് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. എനിക്ക് മടുത്തുപോയി. നിവർത്തിയില്ലാതെ എന്തെങ്കിലും ഇതുപോലെ ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നതെങ്കിലും വണ്ടിയുടെയൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. രാത്രി കഴിക്കാൻ വേണ്ടി നമ്മൾ ഉച്ചയ്ക്ക് പറഞ്ഞ പോലത്തെ സെയിം താലി മേടിച്ചായിരുന്നു. അതിൻ്റെ കൂടെ റൊട്ടിയുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മെഴുക്കുവരട്ടിയാന്ന് തോന്നുന്നു, പിന്നെ എന്തോ കറിയും പരിപ്പും ഒക്കെ ഉണ്ട്. അങ്ങനെ ബീഹാർ സംസ്ഥാനം കഴിഞ്ഞ് നമ്മളിപ്പോൾ ജാർഖണ്ഡിലേക്ക് കയറിയിരിക്കുകയാണ്. ജാർഖണ്ഡിലെ സാഹിബ് ഗഞ്ചൻ എന്നൊരു സ്റ്റേഷനിലേക്ക് നമ്മളിപ്പോൾ നിർത്താൻ പോവാം. गाड़ी संख्या 15657
दिल्ली जंक्शन कामाख्या मेल दिल्ली जंक्शन से चलकर बरहरवा मालदा टाउन न्यू जलपाईगुड़ी ന്യൂ അലിപൂർ ദ്വാർ വണ്ടിയിലെ തിരക്കൊക്കെ ഒന്ന് ഓൾമോസ്റ്റ് ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. രാത്രി നല്ല തണുപ്പുമല്ല, നല്ല കിട്ടുന്ന തണുപ്പാണ്. ഈ തണുപ്പത്ത് ഈ സ്റ്റേഷനിലൊക്കെ കിടന്ന് ഈ ഉറങ്ങുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കണം കേട്ടോ. സമയം ഇപ്പോൾ രാത്രി 10:30. നമ്മളിപ്പോൾ ബർഖാവട എന്നൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. രാത്രി അത്യാവശ്യം സ്റ്റോപ്പൊക്കെ ആയിട്ട് നമ്മളൊരു 11:12 ആകുമ്പോൾ മാൾഡ ടൗൺ എത്തും. പിന്നെ 3:30 ആകുമ്പോൾ ന്യൂ ജൽപൈഗുഡി എത്തും, NJP. രാവിലെ എണീക്കുമ്പോൾ നോക്കി അവിടെ എത്തുന്നത് നോക്കാം. രാത്രി ലേറ്റ് ആകത്തില്ലായിരിക്കും. അപ്പോൾ രാവിലെ കാണാം. അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമ്മളങ്ങനെ വെസ്റ്റ് ബംഗാളിൽ കയറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ന്യൂ കൂച്ച് ബിഹാർ എന്നൊരു സ്റ്റേഷനിലാണ്. ഇത് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ ആണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ നമ്മളന്ന് കാണിച്ചാണ്. നല്ലൊരു സോണാണ്, കാം ആൻഡ് പീസ്ഫുൾ. ഈസ്റ്റ് സെൻട്രൽ പോലൊന്നുമല്ല, ഭയങ്കര കാം ആൻഡ് പീസ്ഫുള്ളാണ്. അത്യാവശ്യം നല്ല സ്റ്റേഷൻസാണ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും അസമിലേക്ക് കയറും. ഇവിടെ ഫുള്ള് ഫോഗാണ് കേട്ടോ, ഫുള്ള് ഫോഗാണ്. നോക്കി സ്റ്റേഷൻ ഭാഗത്ത് മാത്രം ഫോഗില്ല, പക്ഷേ സ്റ്റേഷൻ കഴിഞ്ഞാൽ ഫുള്ള് ഫോഗാണ് കേട്ടോ. ബ്രഹ്മപുത്ര മെയിൽ പക്ക ഓൺ ടൈമിനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ നേരത്തെയാണ് എത്തിയത്. എല്ലായിടത്തും ഓൺ ടൈമാണ്. എന്തോ ഭാഗ്യം അല്ലേ. ഫോഗ് കാരണം മര്യാദയ്ക്കൊന്നും കാണുന്നില്ല കേട്ടോ. ലോക്കോ പൈലറ്റ് അതുകൊണ്ട് സ്പീഡ് കുറച്ചാണ് പോകുന്നത്. നോക്കിയേ, നല്ല കിട്ടുന്ന ഫോഗ് കണ്ടോ. ഇവിടെ എന്തോ പാടം എന്തോ ആണ്. അപ്പോൾ പാടമായിട്ട് നല്ല ഫോഗ് കയറി വരുന്നുണ്ട്. കിട്ടില്ല തണുപ്പാണ്. 13 ഡിഗ്രിയാണ് ഇപ്പോൾ എടുത്ത തണുപ്പ്. ഇപ്പോൾ ഭയങ്കര ഫോഗായി കേട്ടോ. ഇത് നോക്ക്, എന്തുവാ ഒന്നും കാണുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ന്യൂ അലിപൂർ ദ്വാർ എന്നൊരു സ്റ്റേഷൻ എത്താറായിട്ടുണ്ടേ. നമ്മുടെ ബ്രഹ്മപുത്ര മെയിലിനെ മറ്റേ വന്ദേ ഭാരത് ഓവർടേക്ക് അടിക്കും കേട്ടോ. ന്യൂ ജൽപൈഗുഡിയിൽ നിന്ന് ഗോഹട്ടിക്ക് പോകുന്നൊരു വന്ദേ ഭാരത് ഉണ്ട്. അത് 6:10 ന്യൂ ജൽപൈഗുഡിയിൽ നിന്ന് എടുക്കുന്നത്. ഇപ്പോൾ എടുത്ത് കാണും. അത് എന്നിട്ട് 11:40 ആകുമ്പോൾ ഗുവാഹട്ടി എത്തും. നമ്മൾ NJP എടുത്തത് 3:45 വെളുപ്പിനെ. എന്നിട്ട് നമ്മളെത്തുന്നത് 1:20. അന്ന് ടൈമിൻ്റെ വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയ്യോ, ആന ആടും പോലെ. നമ്മളത് എവിടെ വെച്ച് ഓവർടേക്ക് അടിക്കും. കാരണം അത് 11:40 എത്തും. നമ്മൾ 1:30 എത്തത്തുള്ളൂ എന്തായാലും. അതിന് മുന്നേ എത്തും. പക്ഷേ വന്ദേ ഭാരത് കയറിപ്പോവും. എവിടെയെങ്കിലും വെച്ച് ഇവർ ഓവർടേക്ക് കൊടുക്കും. തണുപ്പാറ വിറയ്ക്കുന്നത് ഈ എന്നെപ്പോലുള്ള വട്ടന്മാരാണ് ഈ ഒറ്റ സിംഗിൾ മറ്റേ ജേഴ്സി പോലത്തെ ഉടുപ്പിട്ടാണ് നടക്കുന്നത്. അറിയോ, എല്ലാവരും എന്നെ നോക്കുന്നു, ഇവനെ ഏത് ജീവി ഏത് ഗ്രഹത്തിൽ നിന്ന് വന്നതാന്ന്. അതുപോലെ തണുപ്പല്ലേ. ഇത് നോക്കൊരു രക്ഷയില്ല, ഒന്നും കാണുന്നില്ല കണ്ടോ. നമ്മൾ സ്റ്റേഷനെത്തി, പ്ലാറ്റ്ഫോം പോലും വലിയ കാണുന്നില്ല. അയ്യോ, എന്ത് വാപ്പ ലോക്കപ്പേടിൻ്റെ അവസ്ഥ ഇത് അയച്ചേക്കുക. നോക്ക്, എൻ്റെ ദൈവമേ, ഒന്നും കാണുന്നില്ല കണ്ടോ. ഇത് എവിടാ പ്ലാറ്റ്ഫോം, എവിടാ ലൈന്, ഒന്നും കാണുന്നില്ല കണ്ടോ. ഇപ്പോഴാണ് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലും കാണും. നോക്ക്, ഇവിടെ സ്റ്റേഷനിലാണ് ഒരു ചായക്കട പോലും ഇല്ല, ഒരു കട പോലും ഇല്ല. നോക്ക്, അയ്യോ, ഞാനൊരു ചായ കുടിക്കാന്ന് വെച്ച് നോക്കിയിരിക്കുകയായിരുന്നു. ഒറ്റ കടയില്ല കണ്ടോ. മിക്കവാറും അങ്ങ് വല്ലൊരു കട കാണും, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ അലിപൂർ ദ്വാർ ഡിവിഷനിലാണ് കേട്ടോ. ഈ സ്ഥലം ന്യൂ അലിപൂർ ദ്വാറാണ്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഡിവിഷൻ വരുന്നത് കേട്ടോ. അലിപൂർ ദ്വാർ ഡിവിഷനാണിത്. നമ്മൾ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് ലംഡിങ് ഡിവിഷനിൽ കയറും. ലംഡിങ് ഡിവിഷനിലാണ് ഗോഹട്ടി കാമാക്കിയൊക്കെ ഉള്ളത്.
നമ്മളങ്ങനെ ഫൈനലി അസം സംസ്ഥാനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അസമിലെ ഗൊസൈഗാവ് ഹട്ടൺ എന്നൊരു സ്റ്റേഷനിലാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയ തണുപ്പാണ്. വണ്ടി ഇപ്പോൾ അരമണിക്കൂർ ലേറ്റാണ്. അവിടെ ഇതൊക്കെ പിടിച്ചിട്ടായിരുന്നു. ഫോഗ് ഇതിനായിട്ടും കുറഞ്ഞിട്ടില്ല. നോക്കിയേ, ഇപ്പോഴും ആ ഫോഗ് തന്നെ. ഇപ്പോൾ സമയം 7:30 കണ്ടോ. നിങ്ങൾ നോക്കി, ഇത് കണ്ടോ, ഇവിടെ നിന്നൊരു 200 മീറ്റർ അപ്പുറം ഒന്നും കാണുന്നില്ല കേട്ടോ. അതാണിപ്പോൾ വണ്ടി ലേറ്റായി തുടങ്ങിയത്. നോക്ക്, ഒന്നും കാണാൻ വയ്യ. ഈ നോർത്ത് ഈസ്റ്റിൽ കൂടെ ട്രെയിനിൽ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഒരു വെറൈറ്റി കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ സാധാരണ നോർത്ത് ഇന്ത്യയിൽ കൂടെ പോകുന്ന പോലെയല്ല, നോർത്ത് ഈസ്റ്റ് ആണല്ലോ ഇത്. ഒരു വെറൈറ്റി കാഴ്ചകൾ, പച്ചപ്പൊക്കെ നമ്മുടെ കേരളം പോലെയൊക്കെ ഏകദേശം ഇരിക്കും കുറച്ച് ഭാഗമൊക്കെ. നല്ല തണുപ്പാണ്. നോക്ക്, തണുപ്പല്ല, ഫോഗ് നോക്കി. ഇപ്പോൾ ഒന്നും കാണുന്ന ഒരു രക്ഷയില്ല, ഒരു കുന്തവും കാണുന്നില്ല കേട്ടോ. എങ്ങനെ വണ്ടി പോകുന്നല്ലേ. അതുകൊണ്ട് ഒരു മിനിമം സ്പീഡിലാണ് വണ്ടി പോകുന്നത് കേട്ടോ. അധികം സ്പീഡൊന്നും എടുക്കുന്നൊന്നുമില്ല. നേരത്തെ സ്റ്റേഷനെത്തിയപ്പോൾ കുറച്ചെങ്കിലും കാണാറുണ്ട്. ഇപ്പോൾ നോക്ക്, ഇപ്പോൾ നമുക്ക് സൈഡിലാണല്ലോ ഒന്നും കാണുന്നില്ല കേട്ടോ. നോക്ക്, ഭയങ്കര തന്നെയല്ലേ. അയ്യോ, ഇതിനപ്പുറത്ത് ട്രാക്ക് ഉണ്ട്, അതുപോലെ മര്യാദ കാണുന്നില്ല കേട്ടോ. അതായത് ഒരു 100 മീറ്റർ പോലും വിസിബിലിറ്റി ഇല്ല മുന്നോട്ട്. ഈ കാണാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി 110 പോകുന്ന വണ്ടിയാണ്. 110 ഇവിടുത്തെ സ്പീഡ്. കുറേ നേരമായിട്ട് ഒരു 40-ലാണ് നമ്മുടെ വണ്ടി പോകുന്നത്. 40-50 ആ റേഞ്ചേ ഉള്ളൂ, അതിൽ കൂടുതലില്ല. കാരണം സിഗ്നൽ കാണണം. മുന്നിലെന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ട് കാരണം. അതുകൊണ്ട് അവർ പയ്യാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് വണ്ടി കുറച്ച് ലേറ്റ് ആവാനും ചാൻസ് ഉണ്ട്. രാവിലെ കഴിക്കാൻ വേണ്ടി എന്തോ ഭാഗ്യത്തിന് ഓംലെറ്റ് കിട്ടി കേട്ടോ. ഞാൻ വെച്ചൊന്നും കിട്ടത്തില്ലെന്ന് രാവിലെ. നമ്മളിപ്പോൾ അസമിലെ ന്യൂ ബൊങ്കൈഗാവ് ജംഗ്ഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ സെക്കൻഡ് ടൈമാണ് ഈ റൂട്ടിൽ കൂടെ അങ്ങോട്ട് പോകുന്നത്. നമ്മളന്ന് അരുണ എക്സ്പ്രസ്സിന് പോകാൻ നേരത്തെ ഈ വഴിയാണ് പോയത്. ഈ ഒറ്റ റൂട്ടേ ഉള്ളൂ. അന്ന് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഈ റൂട്ടിൽ കൂടെ പോവാണ് സെയിം. നമ്മളങ്ങനെ ന്യൂ ബൊങ്കൈഗാവ് സ്റ്റേഷനിലേക്ക് കയറാൻ പോവാണ്. ഈ സ്റ്റേഷനുള്ളത് രംഗിയ ഡിവിഷനിലാണ് കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പ് വരെ വന്നത് അലിപുർദ്വാർ ഡിവിഷനായിരുന്നു. ഇപ്പോൾ രംഗിയ ഡിവിഷനായി നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ. നല്ല വലിയൊരു വളവ് തിരിഞ്ഞാണ് നമ്മൾ ഈ ന്യൂ ബൊങ്കൈഗാവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്നത് കേട്ടോ. എന്തോ വലിയ വളവാന്ന് നോക്കി. ട്രെയിൻ ഫുള്ള് കാണാം ഇവിടെ തല കേട്ടോ. എൻ്റെ ദേവേ, കീട്ടിലെ വളവല്ലേ. ന്യൂ ബൊങ്കൈഗാവിൽ ക്യാരേജ് ആൻഡ് റെയിൽവേ വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്. ഈ റെയിൽവേയുടെ വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര വലിയ യാർഡും സംഭവം കേട്ടോ. വലിയ സ്റ്റേഷനാണ് കേട്ടോ. പിറ്റ് ലൈൻ വരെ ഉണ്ട് കേട്ടോ. ആ കാണുന്ന പിറ്റ് ലൈനാണ്. ഇതെനിക്ക് നമ്മുടെ ഷൊർണൂർ ജംഗ്ഷൻ പോലത്തെ ഒരു സ്റ്റേഷനാണ് കേട്ടോ. കാരണം ഇവിടെ ഈ പാസഞ്ചർ ട്രെയിൻസൊക്കെ ഒരുപാട് വിടുന്നൊരു സ്ഥലമാണ്. പിന്നെ ഇതുപോലെ പിറ്റ് ലൈൻ ഉണ്ട്, വർക്ക്ഷോപ്പ് ഉണ്ട്.
അപ്പോൾ അതുപോലത്തെ ഒരു സ്റ്റേഷനാണ് ഈ ന്യൂ ബൊങ്കേഗാവ്. ഇവിടെ നിന്ന് ആക്ച്വലി 2 വഴിയുണ്ട് നമുക്ക് ഗോഹട്ടി പോകാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ നേരെയുള്ള വഴി കൂടെ പോകുന്നത്. ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത ഒരു വഴിയുണ്ട്, ഒരു ഗോൽപ്പാറ ടൗൺ ദുദ്നായ് ജംഗ്ഷൻ വഴി. ആ വഴിയും പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നു വിവേക് ആ വഴിയാണ് പോകുന്നതെന്ന് തോന്നുന്നു. വണ്ടിക്കകത്ത് കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങി കേട്ടോ. ഇതിൽ കാമാക്കി വരെ പോകുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ് കേട്ടോ. ഞാൻ ചാർട്ട് നോക്കിയപ്പോൾ കണ്ടാണ്. എൻ്റെ കോച്ചിലാണേലും വളരെ കുറച്ച് ആൾക്കാരുള്ളൂ കാമാക്കി വരെ പോകുന്നത്. ഇവിടെ ന്യൂ ബൊങ്കേഗാവിൽ ഷണ്ടിങ് ചെയ്യുന്നതാണ് ഈ ലോക്കോ കണ്ടോ. ഇത് സിലിഗുഡിയുടെ WDP 4B ലോക്കമാണ് കേട്ടോ. ഇപ്പം എല്ലാം ഷണ്ടിങ് ചെയ്യുന്ന ഇതേപോലെ EMD ലോക്കോസാണ്. ആൽക്കോ ഒന്നും ഇല്ല ഇപ്പോൾ, എല്ലാം കൂട്ടിക്കെട്ടിയെന്ന് തോന്നുന്നു. ന്യൂ ബൊങ്കേഗാവിൽ നിന്ന് നമ്മൾ 9:05 ആയപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ട് പുറകിൽ വന്ദേ ഭാരത് അടിച്ച് മിനിച്ച് വരുന്നുണ്ട്. അത് മിക്കവാറും ഇത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വെച്ച് ഓവർടേക്ക് അടിക്കും കേട്ടോ. ഇപ്പൊ ദിബ്രുഗഡ് ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസ് വരുന്നുണ്ട്, അത് കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ന്യൂ ബൊങ്കേഗാവ് വിട്ടാൽ പിന്നെ അടുത്ത സ്റ്റേഷൻ ബൊങ്കേഗാവ് ആണ് കേട്ടോ. നമ്മുടെ അവിടെ ഈ എറണാകുളം ടൗൺ, എറണാകുളം ജംഗ്ഷൻ എന്ന് പറയത്തില്ല, അതേപോലെ തൊട്ടടുത്താണിത്. രാജധാനി കാണാൻ പറ്റത്തില്ല കേട്ടോ. നമ്മള് ലൂപ്പ് ട്രാക്കിൽ കയറി ഇവിടെ നടുക്കൊരു കുച്ച് കിടപ്പുള്ളതുകൊണ്ട് നമുക്ക് രാജധാനി കാണാൻ പറ്റത്തില്ല. രാജധാനി ഇപ്പൊ സ്കിപ്പ് അടിച്ച് പോകും. അപ്പുറത്തോടെ രാജധാനി പോകുന്നു കണ്ട കാണത്തില്ല. മണ്ടൊക്കെ പാൻറ്റോഗ്രാഫർ മാത്രമേ കാണാം കേട്ടോ. അത് നമ്മുടെ ബ്രഹ്മപുത്ര മെയിൽ ഇപ്പോൾ ബിജ്നി എന്നൊരു സ്റ്റേഷനിൽ വന്ന് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ തന്നെ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് മറ്റേ വന്ദേ ഭാരത് കയറിപ്പോവും, ഓവർടേക്ക് അടിക്കും. ന്യൂ ജൽപൈഗുഡിൽ നിന്നും ഗോഹട്ടിക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണത്. അതിപ്പോൾ ഓവർടേക്ക് അടിക്കും. അത് 11:40 ഗോഹട്ടി എത്തുന്നത്. നമ്മളത് എത്തിയിട്ട് 2 മണിക്കൂർ ശേഷമാണ് നമ്മൾ കാമാക്കി എത്തുന്നത്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു WDP 4D വെച്ചുകൊണ്ട് ഒരു വണ്ടി വരുന്നുണ്ടോ. അത് ഗോഹട്ടിയിൽ നിന്ന് ന്യൂ ബൊങ്കേഗാവ് പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിനാണ്. കുഞ്ഞു വണ്ടിയാണ് കേട്ടോ. ഡീസൽ ലോക്കോ ആണ് ഇതിന്. റൂട്ട് മൊത്തം ഇലക്ട്രിഫൈഡ് ആണ്. പക്ഷേ ഇവർ ഈ ലോക്കോ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഡീസൽ ലോക്കോ കൊടുക്കുന്നത് കേട്ടോ. അത് പഴയ വന്ദേ ഭാരതാണ്. എനിക്ക് തോന്നുന്നു ആദ്യം ഇറങ്ങിയ ടൈപ്പ് എന്തോ ആണെന്ന് തോന്നുന്നു. പഴയതാണ്. കിടില ഹോണല്ലേ, സെറ്റ് ഹോണ്. പഴയ VB ആണ് കേട്ടോ. അത് 8 കോച്ച് മാത്രമുള്ള കുഞ്ഞ് വന്ദേ ഭാരത്. അത് നമ്മുടെ ഈ യാത്രയുടെ ചിലവെന്ന് പറയുന്നത് 3070 രൂപയാണ്. 2027 കിലോമീറ്ററാണ് ഈ ബ്രഹ്മപുത്ര മെയിൽ സഞ്ചരിക്കുന്നത്. 37 മണിക്കൂർ 40 മിനിറ്റ് എടുത്തിട്ട് നല്ല ടൈം എടുത്തു പോകുന്ന ഒരു മെയിൽ എക്സ്പ്രസ് കാറ്റഗറി വരുന്ന ഒരു സാറ എക്സ്പ്രസ് ട്രെയിനാണിത്. ബ്രഹ്മപുത്ര മെയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബർപ്പേട്ട റോഡ് എന്നൊരു സ്റ്റേഷനിലാണ്. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ ഇനി കാമാക്കി എത്താൻ വേണ്ടിയിട്ട്. ഇനി വെറും 2 സ്റ്റോപ്പുകളേ ഉള്ളൂ നമുക്ക് കാമാക്കി എത്താൻ വേണ്ടിയിട്ട്. അടുത്ത സ്റ്റോപ്പ് നൽബാരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് തന്നെ പിന്നെ രംഗിയ ജംഗ്ഷൻ. ഇവിടത്തെയൊക്കെ സ്റ്റേഷൻ കണ്ടോ എന്ത് വൃത്തിയാന്ന് നോക്കിയേ. ഈസ്റ്റ് സെൻട്രലിനെ പോലെ അല്ലല്ലോ, നോക്ക് വൃത്തിയാണ്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഒരു കച്ചറയോ ആൾക്കാർ കയറി ട്രാക്കിൽ നിൽക്കുന്ന പരിപാടി അങ്ങനെ ഒന്നുമില്ല കേട്ടോ.
നമ്മൾ ഒരു 15 മിനിറ്റ് നേരത്തെ ഇവിടെ നൽബാരിയിൽ എന്നൊരു സ്റ്റേഷനിൽ കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇതിൻ്റെ സ്റ്റോപ്പുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ രംഗിയ ജംഗ്ഷൻ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ അതും കാമാക്കിയ. 10:53 ഇവിടെ വന്ന് കയറി. ഇനിയിപ്പോൾ 11:10 ഇവിടെ നിന്ന് എടുക്കത്തുള്ളൂ. ഒത്തിരി നേരത്തെയാണ്. നമുക്ക് ഈ യാത്രയ്ക്ക് കിട്ടിയ കോച്ച് എന്തായാലും ഭയങ്കര മോശമാണ്. ഇത് റായ്ബറേലി MCF ഉണ്ടല്ലോ, അവിടെ ഉണ്ടാക്കിയ കോച്ചാണ്, മോഡേൺ കോച്ച് ഫാക്ടറിയിൽ. പക്ഷേ ഇത് മൊത്തം ഒട്ടും മെയിൻറ്റെയിൻ സാധനം എല്ലാം കാണിച്ചായിരുന്നല്ലോ, ഒട്ടും മെയിൻറ്റെയിൻ അല്ലേ കോച്ച്. നമുക്ക് ആ വന്ദേ സ്ലീപ്പർ കവർ ചെയ്യണമെന്നുള്ള ഒറ്റ കാരണത്തിലാണ് നമ്മളിവിടെ വന്നത്, അല്ലാണ്ട് വേറൊന്നും. അല്ലാണ്ട് ഈ ബീഹാർ വഴി ആര് വരുന്നതിൽ ആ ഒരു സംഭവം കവർ. അത് ഞാൻ ബുക്കിംഗ് തുടങ്ങിയ അന്ന് ബുക്ക് ചെയ്തതാണ്. ബുക്കിംഗ് തുടങ്ങിയ അന്ന് ഞാൻ ആദ്യം വേറെ സെപ്പറേറ്റ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. പിന്നെ നോക്കിയപ്പോൾ എന്തായാലും ഡൽഹി വരുന്നുണ്ട്, അപ്പോൾ എന്തായാലും ഇവിടുന്ന് കളക്ഷൻ പിടിച്ചിട്ട് ചെയ്തിട്ട് വരാമെന്ന് വെച്ചു. കേരള എക്സ്പ്രസ് നോക്കി പിന്നെയും ചെയ്യാമല്ലോ. ഞാൻ കേരളയ്ക്ക്, അതായത് ഞാൻ സ്വർണ്ണജയന്തിക്ക് വന്നിട്ട് കേരളയ്ക്ക് തിരിച്ച് വരാനാണ് ബുക്ക് ചെയ്തതാണ്. അപ്പോഴാണ് ഈ സംഭവം എങ്ങനെ തുടങ്ങിയെന്ന് കണ്ടത്. അപ്പോൾ തന്നെ ബുക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിൽ പോകുന്നതാണ്. നമുക്ക് ചെന്നൈ വരെയുള്ള ടിക്കറ്റ് ഉണ്ട്. അതായത് നമ്മൾ വന്ദേ സ്ലീപ്പറിന് രാവിലെ 8:15 ആകുമ്പോൾ നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. വൈകിട്ട് 5:45 ഒരു വണ്ടിയുള്ളൂ, അതിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സന്തരാഗച്ചി ചെന്നൈ ഒരു AC സൂപ്പർ ഫാസ്റ്റ്, അതിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടിക്കറ്റ്, അതിനെടുത്തു. ചെന്നൈയിന് ടിക്കറ്റ് ഇല്ല. ടിക്കറ്റ് എന്താ വെച്ചാൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, വെയിറ്റ് ലിസ്റ്റാണ് ധൻബാദ് ആലപ്പുഴയ്ക്ക്. പ്രശ്നം എന്താ വെച്ചാൽ ഈ സന്തരാഗച്ചി സൂപ്പർ ഫാസ്റ്റ് AC സൂപ്പർ ഫാസ്റ്റും ഈ ധൻബാദ് ആലപ്പുഴയും വാലേ പോകുന്ന വണ്ടികളാണ്. അതായത് ഈ സന്തരാഗച്ചി ലേറ്റ് ആയാൽ ധൻബാദ് മുന്നിൽ കയറും, പക്ഷേ ഈ സന്തരാഗച്ചി അതിന് ഓവർടേക്ക് അടിക്കും. എന്നാലും ഒരു പേടി, കാരണം ഇത് 8:30 സന്തരാഗച്ചി ചെന്നൈ എത്തുന്നത്. ധൻബാദ് 11:30, 3 മണിക്കൂർ ഡിഫറൻസേ ഉള്ളൂ. അഥവാ ധൻബാദ് മിസ്സായാൽ അടുത്ത ദിവസം രാവിലെ പട്ന എറണാകുളം ഉണ്ട്, അതിന് എങ്ങനെയും കയറി പോകണം. എവിടത്തേലൊക്കെ ടിക്കറ്റ് സംഘടിപ്പിച്ച് പോകണം. ടിക്കറ്റ് ഇല്ല, ഞാൻ നോക്കിയപ്പോൾ ഒന്നിനും ടിക്കറ്റ് ഇല്ലായിരുന്നു. തത്കാലം എടുക്കാൻ പോയാൽ ട്രെയിനിൽ വെച്ച് എങ്ങനെ, നമ്മൾ ആ സമയത്തൊക്കെ ട്രെയിനിലായിരിക്കും, ട്രെയിനിൽ വെച്ച് തത്കാലം കിട്ടത്തില്ല. ബ്രഹ്മപുത്ര മെയിലങ്ങനെ 11:10 നൽബാരിയിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇതിന് മുന്നിലും വണ്ടിയില്ല, പുറകിലും വണ്ടിയില്ല, അതുകൊണ്ട് ഇതിന് സുഖമായിട്ട് പോവാം. ഇത് ഇഷ്ടംപോലെ എക്സ്ട്രാ ടൈം കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ നേരത്തെ എത്തിക്കാം, ഒരു 1-2 മണിക്കൂർ നേരത്തേക്ക് എത്തിക്കാം. നമ്മുടെ ഫൈനൽ ഹോൾട്ടായ രംഗിയ ജംഗ്ഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ എത്തുന്നത് 10 മിനിറ്റ് നേരത്തെയാണ്. 11:35 എത്തേണ്ടത് 11:25 ആയപ്പോഴെത്തി. ഇനി 11:40 ഇവിടെ നിന്ന് വിടത്തുള്ളൂ കേട്ടോ. എന്തായാലേ വണ്ടിയൊക്കെ ഓൺ ടൈം ഓടാന്നൊക്കെ പറഞ്ഞാൽ ഇത് അതുപോലെ ടൈം കൊടുത്തിട്ടുള്ളതാണ് ഇതിങ്ങനെ ഓൺ ടൈം ഓടുന്നത്. ഇവിടെ നിന്ന് ഇനി ഒരു 1 അവർ കഷ്ടി മതി, 1 അവർ മതി ഇനി ഇവിടെ നിന്ന് കാമാക്കി എത്താൻ. ഇവിടെ നിന്ന് 2 റൂട്ടാണ് ഡീവിയേറ്റ് ചെയ്യുന്നത് ഈ രംഗിയ ജംഗ്ഷനിൽ നിന്ന്. ഇവിടുന്ന് രംഗപാറ നോർത്ത് എന്ന് പറഞ്ഞ സ്ഥലം വഴി നമുക്ക് ദിബ്രുഗഡ് ചാടാൻ പറ്റും. പിന്നെ ഇവിടുന്ന് റൈറ്റ് നമ്മൾ പോകുന്ന റൂട്ട്, അതായത് കാമാക്കിയ വഴി ഗോഹട്ടി, ദിബ്രുഗഡ് 2 റൂട്ടിൽ പോകാൻ പറ്റും. ഈ ലെഫ്റ്റ് പറഞ്ഞ റൂട്ട് അത് സിംഗിൾ ലൈൻ റൂട്ടാണ്, അധികം സർവീസ് ഒന്നും ഇല്ലാത്ത റൂട്ടാണ്. പക്ഷേ മറ്റേ റൂട്ടിൽ കൂടെയാണ് കൂടുതലും വണ്ടികൾ ഓടുന്നത് നമ്മൾ പോകുന്ന റൂട്ട്. ഇവിടെ ഇപ്പോൾ WDG4 ആയിട്ട് വണ്ടി വന്നിട്ടുണ്ട്. ഇത് ഡെക്കർഗാൻ എന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് ഈ രംഗിയ വരെ വന്നൊരു പാസഞ്ചർ ട്രെയിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ദിബ്രുഗഡ് വന്ന ആ റൂട്ടിൽ കൂടെ വന്നൊരു വണ്ടിയാണ് കേട്ടോ. നമ്മളിനി ഇവിടെ നിന്ന് വിട്ട് കാമാക്കിയ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് ബ്രഹ്മപുത്ര നദി കാണാൻ പറ്റും. അങ്ങനെ ബ്രഹ്മപുത്ര മെയില് ബ്രഹ്മപുത്ര നദിയുടെ മുകളിൽ കൂടെ പോകുന്ന കാഴ്ച അപ്പോൾ കാണിച്ചു തരാം. രംഗിയ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 1 മണിക്കൂർ അല്ല 1 മണിക്കൂർ 5 മിനിറ്റ് അത്രയും കണ്ട് മതി ഇവിടെ നിന്ന് കാമാക്കി ചെല്ലാൻ വേണ്ടി. അവിടെ പിടിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇനി ബ്രഹ്മപുത്ര നദി നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ കാമാക്കി സ്റ്റേഷനിലേക്ക് കയറുന്നത്. നമ്മളങ്ങനെ കാമാക്കിക്ക് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റോപ്പ് കണ്ട് സ്കിപ്പ് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബ്രഹ്മപുത്ര പാലം വരുന്നത്. ബ്രഹ്മപുത്ര നദി കാണാൻ പറ്റും. ആ ബ്രഹ്മപുത്ര നദി കടന്നാണ് നമ്മൾ കാമാക്കി സ്റ്റേഷനിലേക്ക് കയറുന്നത്. ആ നദി നേരെ കയറുന്ന സ്റ്റേഷനിലേക്കാണ്. ഇതാ നമ്മുടെ ബ്രഹ്മപുത്ര മെയിൽ കണ്ട് ബ്രഹ്മപുത്ര നദി കടക്കുക. നോക്കിയേ, ഇതോ വലിപ്പമൊന്നുണ്ടോ, അടിപൊളിയല്ലേ. ഈ പാലത്തിൽ പേര് സരായിഘട്ട് പാലം എന്നാണ് കേട്ടോ. ബ്രഹ്മപുത്ര മെയില് ബ്രഹ്മപുത്ര നദി കിടക്കുന്നത് പൊളിയല്ലേ.
നല്ല വീതി കഴുകുന്ന നദിയാണ് ഈ ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് കേട്ടോ. നോക്കിയേ, ഇതോ വീതി ഒന്നുണ്ടോ? നമ്മൾ ഒരുപാട് നേരത്തെ കേട്ടോ. 1:20 ഇതിൻ്റെ കാമാക്കിയിലെ സമയം. ഇപ്പോൾ 12:20 ആയപ്പോൾ തന്നെ കാമാക്കി ഔട്ടറെത്തി. കീട്ടർ ഉണ്ടായിരുന്നത്. ഈ വളവ് തിരിഞ്ഞ് നേരെ കയറുന്ന കാമാക്കിയ സ്റ്റേഷനിലേക്കാണ്. എങ്ങും പിടിച്ചിട്ടില്ല, ഒന്നുമില്ല. കാരണം മുന്നിലും പുറകിലും വണ്ടി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നേരെ കയറുക കേട്ടോ. നമ്മൾ ഡയറക്റ്റ് നേരെ കയറുക കേട്ടോ. എങ്ങും പിടിച്ചിട്ടൊന്നുമില്ല. സിഗ്നലെല്ലാം ക്ലിയർ ആയിരുന്നു. കാമാക്കിയ റാഞ്ചി എക്സ്പ്രസിൻ്റെ റേക്കാണ് കിടക്കുന്നത് കേട്ടോ. ഈ ഭാഗത്താണ് ഇവരുടെ കോച്ചിങ് ഡിപ്പോ ഒക്കെ ഉള്ളത്. അവിടെയാണ് മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നത്. ആ കിടക്കുന്ന നമ്മുടെ വൺഡേ സ്ലീപ്പറിൻ്റെ റേക്കാണോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ. കാരണം അത് മനസ്സിലാകുന്നില്ല പുറത്തോടെ നോക്കിയിട്ട്. അത് തന്നെയായിട്ട് വൺഡേ സ്ലീപ്പർ തന്നെ കേട്ടോ. B4 പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതെ, ഇതാണ് നമ്മൾ അടുത്ത ദിവസം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ ഐറ്റം വൺഡേ സ്ലീപ്പർ കേട്ടോ. അടിപൊളി അടിപൊളി. അതിവിടെ പിറ്റ് ലൈനിൽ ഇട്ടേക്കുവാണ്. മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് എന്തോ ആയിട്ട് പിറ്റ് ലൈനിൽ ഇട്ടേക്കുവാണ്ടോ. ഇതിൻ്റെ ഫ്രണ്ട് നോക്കിയാൽ ഞങ്ങൾ കിടുമല്ലേ, അടിപൊളി. 1:20 കയറേണ്ട വണ്ടി 12:26 ആയപ്പോഴേ കയറി. അമ്മേ, ചരിത്ര നിമിഷം തന്നെ ഇത്. അയ്യോ, എന്തൊക്കെയാണ് ദൈവമേ. എനിക്ക് വട്ടേതാണോ ഇന്ത്യയിലേക്ക് വട്ടേതാണോ എന്തോ അറിയത്തില്ല. അങ്ങനെ കാമാക്കിയ ജംഗ്ഷനിൽ നമ്മുടെ ബ്രഹ്മപുത്ര മെയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ മിനിഞ്ഞാന്ന് രാത്രി 11:40 കയറിയാണ്. 2 രാത്രിക്ക് ശേഷം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12:30 ആവാറായപ്പോഴാണ് കയറുന്നത് ഇവിടെ കാമാക്കിയയിൽ. അങ്ങനെ നമ്മൾ കാമാക്കിയ ജംഗ്ഷനിൽ വന്നിരിക്കുകയാണ്. നമ്മളിനി അടുത്ത ദിവസം പോകുമ്പോൾ നേരത്തെ കാണിച്ച നമ്മുടെ സ്വന്തം വന്ദേ ഭാരത് സ്ലീപ്പറിലാണ് പോകുന്നത്. അപ്പോൾ സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ബ്രഹ്മപുത്ര മെയിലിൻ്റെ ഈ സെക്കൻഡ് പാർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ റൂം എടുത്തിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്തൊരു ഹോം സ്റ്റേ ഉണ്ട്, അവിടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. നിങ്ങൾക്ക് യാത്രയൊക്കെ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സ്ലീപ്പർ വന്ദേ ഭാരതിൻ്റെ വിശേഷങ്ങളും അതിലെ യാത്രയും അതിൻ്റെ ഭക്ഷണത്തിൻ്റെ വിശേഷങ്ങളും ടിക്കറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ആ വണ്ടി കയറാൻ വേണ്ടിയിട്ട്. സംഭവം അടിപൊളിയാണത്. പക്ഷേ അതിന് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. അത് ഞാൻ വീഡിയോയിൽ പറയാം എന്താണെന്ന്. അപ്പോൾ ബ്രഹ്മപുത്ര മെയിലിൻ്റെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ സ്ലീപ്പർ വന്ദേ ഭാരതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.